ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഇന്നെന്താണ് ഈ വെട്ടവും വെളിച്ചമെന്ന് വെച്ചാൽ ഒന്നുമല്ല കേട്ടോ, വേലയുടെ തലേദിവസമാണ്. ശരിക്കും സൺഡേ ആണ് കേട്ടോ നമ്മൾ അടിച്ചു വിളിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇന്നലെ 26-ാം തീയതി ഞങ്ങളിവിടെ വേലയുടെ DJ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് DJക്ക് പങ്കെടുക്കുന്നത്. അപ്പം അതിനുള്ള പോക്കാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, എന്നുവെച്ചാൽ ബാക്കിൽ ഇത് എല്ലാവരും ഉണ്ട്. ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ പിള്ളേരാണ് കേട്ടോ. ഞാൻ വിചാരിച്ച് ഭയങ്കര ഡീസൻ്റ് ആയിട്ടൊക്കെ പോയി നിൽക്കാമെന്നാണ്. നമ്മൾ ഭയങ്കര ഡീസൻ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞാണ് പോയത്. അങ്ങനെ പന്തലിൻ്റെ ഇടയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് അവിടെ കമ്പും കോലിങ്ങളൊക്കെ കാണുന്നത്. കമ്പും കോലൊക്കെ ആയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തുമ്പോഴേക്കും DJയുടെ വണ്ടിയൊക്കെ വന്നു കേട്ടോ. നല്ല വൈബ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എൻ്റെ കിളി ഏതാണ്ട് പോയി ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ കേട്ടോ. പിന്നെ ഞാൻ പിള്ളേരെയൊക്കെ അടുക്കി പെറുക്കി ഒതുക്കി ഡീസൻ്റ് ആവാൻ തീരുമാനിച്ചപ്പോഴേക്കും ശ്രീകുട്ടൻ എന്താ ഫസ്റ്റ് പോവുകയാണ്. അവൻ പറയണേ, എന്തിനാണ് ഈ അഴിഞ്ഞഴിഞ്ഞ് വരുന്നത്, നല്ല അടിപൊളി പരിപാടിയല്ലേ, വേഗം നമുക്കങ്ങ് പോകാമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, എടാ എത്രയ്ക്കൊന്നും വേണ്ട, നമ്മൾ കുറച്ച് ഡീസൻ്റ് ആയിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ സത്യത്താവന്മാരതങ്ങ് സമ്മതിച്ചില്ല കേട്ടോ. രാവിലെ എണീച്ച് വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ മുല്ലപ്പൂ വിൽക്കാൻ വന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് വൈബ് അങ്ങ് പോയതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. പിന്നെ അങ്ങ് തുടങ്ങി. എൻ്റെ അനിയത്തി ഞാൻ വിചാരിച്ചു ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും കേട്ടോ. പാട്ട് കേട്ടും തുടങ്ങിയില്ല സാധനം തുള്ള. ഞാൻ പിന്നെ ഇതുകളെ പിടിച്ച് നിർത്താൻ കുറച്ചൊക്കെ പാടുപെട്ടിട്ടാ. എന്നിട്ടും സാധനങ്ങളൊന്നും ഒടുങ്ങുന്നില്ല ഗൈസ്. ഞാൻ എന്തോ കാണിക്കാനാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം എന്തിനാണ് ഇങ്ങനെ ഡീസൻ്റായി നിൽക്കുന്നത്, നമുക്കും അങ്ങ് തുള്ളാന്നും വെച്ച് ഞാനും അങ്ങ് തുള്ളാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ വിചാരിച്ച് എല്ലാവർക്കും എനിക്ക് പ്രാന്താണെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ആൾക്കാരല്ലേ അങ്ങനെ പലതും വിചാരിക്കും, അവരങ്ങ് വിചാരിച്ചിട്ട് പോട്ടെ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ പാട്ടിന് കിടന്ന് തുള്ളാൻ തുടങ്ങി കേട്ടോ. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഈ അണ്ണാൻ കിടന്ന് ചലച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് എണീച്ചാൽ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഈ വോയിസ് ഓവറിൽ കാണും. കാരണം കുറച്ചും കൂടെ കഴിഞ്ഞ് വെച്ച് എനിക്ക് വിലയ്ക്ക് വേണം, ടൈം കിട്ടാറില്ല. എനിക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഉണ്ണിക്കുട്ടൻ ശ്രീക്കുട്ടൻ എല്ലാവരും ഇങ്ങ് തുള്ളി കേട്ടോ. തുള്ളി വയ്യാണ്ട് ഇപ്പോൾ പോയിട്ടൊരു ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ പൈസയ്ക്ക് ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചോന്ന്. ഒരിക്കലില്ല, വിച്ചുവിനെ മുതലാക്കിയതാണ് കേട്ടോ. വിച്ചു എന്ന് പറയുമ്പോൾ അനിയത്തിൻ്റെ ഫ്രണ്ടാണ്, പക്ഷേ എൻ്റെ ആ ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ അവളെ കയ്യിൽ നിന്ന് 2-3 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിരുന്ന് തിന്ന് DJ വണ്ടിക്ക് ടാറ്റയും പറഞ്ഞു. DJ വണ്ടിക്കാർ പോയപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്താ ഇനി ഇങ്ങനെ തുള്ളും, അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ടേ എന്നുള്ളത് കേട്ടോ. അങ്ങനെ അവർ